എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരിക്കുന്ന സർക്കിളിന്റെ ഷെയ്ഡ് ചെയ്ത ഭാഗം ആകെയുള്ളതിന്റെ എത്ര എന്നുള്ളതാണ് കാണാനായിട്ട് പഠിച്ചത് അല്ലെ. ഒരു കണക്ക് നമ്മൾ ചെയ്തു, 20 ഡിഗ്രി വെച്ചിട്ട് ആദ്യത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ ഫാക്ടറൈസ് ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞു 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഘടകങ്ങളാക്കാൻ അതൊക്കെ ഒന്ന് നോക്കി പ്രാക്ടീസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ബി ക്വസ്റ്റ്യൻ എന്താണ്? 24 ഡിഗ്രി ആണ് തന്നിരിക്കുന്നത്. മഞ്ഞ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ട് 24 ഡിഗ്രിയാണ്. ചോദ്യം എന്താണ്? ആകെ ഉള്ളതിന്റെ എത്രയാണ് ഈ 24 ഡിഗ്രി എന്നുള്ള ചോദ്യം. അപ്പൊ ആകെ ഉള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പൊ തന്നിരിക്കുന്ന കോണിന്റെ അളവ് എത്രയാണോ അത് ന്യൂമറേറ്ററിലും മൊത്തമുള്ള ആംഗിളിന്റെ അളവ് അത് ഡിനോമിനേറ്ററിലുമാണ് എഴുതേണ്ടത്. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 24/360. ഇത് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എഴുതിയാൽ പോരാ. ഇതിന്റെ ലോവസ്റ്റ് ഫോം അഥവാ ലഘുരൂപം എത്രയാണെന്നുള്ളത് നമ്മൾ എഴുതണം. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഘടകങ്ങളാക്കണം, ഫാക്ടറൈസ് ചെയ്യണം അല്ലെ. അപ്പൊ 24നെ ആദ്യം ഘടകങ്ങളാക്കാം. എന്തൊക്കെയാണ് ഘടകങ്ങൾ വരണേ എന്ന് നോക്കി. അപ്പൊ 24 എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി വൺസ് പ്ലേസിൽ അഥവാ ഒറ്റയുടെ സ്ഥാനത്ത് ഇരട്ട സംഖ്യയാണ്, ഈവൺ നമ്പർ ആണ്. അതുകൊണ്ട് 2ന്റെ ഗുണന പട്ടികയിൽ വരുന്നതാണ്. അപ്പൊ 2 എത്ര പ്രാവശ്യം പോണേ നോക്കി. നമ്മൾ ഡിവൈഡ് ചെയ്തൊക്കെ നോക്കി. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു പ്രാവശ്യം, 4 2 പ്രാവശ്യം, അങ്ങനെ നമുക്ക് എത്ര കിട്ടി? 12 എന്നുള്ളത് കിട്ടി. അപ്പൊ ആ കിട്ടിയ കോഷ്യന്റ് അഥവാ ഹരണഫലം നമ്മൾ ഇവിടെ എഴുതി. 12നെ വീണ്ടും നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ സാധിക്കും. 2ന്റെ പട്ടികയിൽ വരുന്നില്ലേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിളില് വരുന്നുണ്ട്. എത്ര പ്രാവശ്യം 2ന്റെ ടേബിൾ ചൊല്ലി നോക്കിയപ്പോ 2 6 are 12. അപ്പൊ എത്ര പ്രാവശ്യം പോയി? 6 ടൈംസ്. വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതെങ്ങനെ എത്ര വരെ വേണം? 1 കിട്ടുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ വീണ്ടും 2ൽ പോവും. 2ന്റെ ടേബിളിൽ എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്താലാണ് 6 കിട്ടുക? 3 2 3s are 6. 3ൽ പിന്നെ ഏതാ സംഖ്യ പോവാ? 2 പോവില്ല. പിന്നെ ഏതേ പോവുള്ളൂ? 3ൽ 3 എന്നേ പോവുള്ളൂ. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. കണ്ടു? അപ്പൊ ഇതിങ്ങനെ ഒന്ന് കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നിൽക്കണം. എന്നിട്ട് ഈ ഘടകങ്ങൾ ഈ കിട്ടിയ സൈഡിലുള്ള സംഖ്യകളെല്ലാം ഇട്ടു ചെയ്യും. 1 എന്ന് പറയുന്നത് എല്ലാ സംഖ്യയിലുള്ളതാ. 1 എന്ന് പറയുന്നത് ഏത് സംഖ്യയുടെ ഘടകമാണ്, ഫാക്ടർ ആണ് എന്നുള്ളത് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഈ ഘടകങ്ങളെല്ലാം ഇൻഡ്യൂ ചെയ്ത് എഴുതിട്ട 2 × 2 × 2 × 3 × 1 എഴുതിയാലും കുഴപ്പമില്ല. 1 എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ എല്ലാ പേരും ഉണ്ടാവും. ഇനി ഘടകങ്ങളാക്കേണ്ടത് ഏതാ? 360. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 360 ഘടകങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു. 362 ആദ്യം പോകും. കാരണം 0 ആണ്. വൺസ് പ്ലേസിൽ 0 ഇരട്ട സംഖ്യകളൊക്കെ വന്ന 2ന്റെ ഇതിലാണ്. 360നെ ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എത്ര പ്രാവശ്യം പോവാന്ന്. 2 360ൽ എത്ര പ്രാവശ്യം പോവാ നോക്കി. അപ്പൊ 8 പ്രാവശ്യമാണ്. 16 ഡിവൈഡ് ചെയ്ത് 0. അപ്പൊ എത്ര കിട്ടി? 180 എന്നുള്ളത് കിട്ടി. വീണ്ടും 180ൽ എന്ന് പോവും? 2 പോവും. 180ൽ 2 പോവും. എത്ര പ്രാവശ്യം പോവാന്നുള്ളത് ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? വലിയ വലിയ സംഖ്യ ആണെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക തന്നെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 9 2s are 18. സബ്ട്രാക്ട് ചെയ്തു 0. ഈ 0 ഇറക്കിയിട്ടപ്പോ 0 divides to 0. 90 എന്നുള്ളത് കിട്ടി. വീണ്ടും വൺസ് പ്ലേസിൽ 0 ആണ് വന്നത്. അപ്പൊ എന്തിൽ പോവും? 2ൽ പോവും. 90 ഡിവൈഡ് ചെയ്തു 2. 4 2s are 8. സബ്ട്രാക്ട് ചെയ്തു 10. 5 2s are 10. അപ്പൊ എത്ര പ്രാവശ്യം പോയത്? 45. ഈ 360 ഫാക്ടറൈസ് ചെയ്യുന്നതൊക്കെ ഒന്ന് നമുക്ക് ശ്രദ്ധ. കാരണം എല്ലാ പ്രോബ്ലംസിലും നമുക്ക് ഡിനോമിനേറ്റർ 360 കിട്ടുക. കാരണം എന്താ? മൊത്തമുള്ളത് എപ്പോഴും 360 വരണേ. ഓക്കെ. ഇനി 45ല് വൺസ് പ്ലേസില് ഈവൺ നമ്പർ അല്ല, ഓഡ് നമ്പർ ആണ്. അപ്പൊ 2 പോവില്ല എന്ന് മനസ്സിലായി. പിന്നത്തെ നമ്പർ 3 എടുത്തു. 3ൽ പോകുന്നുണ്ടോ നോക്കി നോക്കി. 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 3 is 3. 15. 5 3s are 15. അപ്പൊ പോണ്ടല്ലോ 15. വീണ്ടും 3 5 ടൈംസ്. 5 1 ടൈം. ഇങ്ങനെ 1 കിട്ടുന്നത് വരെയാണ്. അപ്പൊ ഏത് സംഖ്യയാണ് കറക്റ്റ് ആയിട്ട് പോവാൻ ഡയറക്റ്റ് ആയിട്ട് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കി കണ്ടെത്തുകയാണ് വേണ്ടത് കേട്ടോ.
അപ്പൊ നമുക്ക് ഇതാ കിട്ടി 360യുടെ ഫാക്ടേഴ്സുകൾ ഞാൻ എഴുതാൻ പോവാണ്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു പിന്നെയോ 2 3കളുണ്ട് 3 ഇൻറ്റു 3 ഇൻറ്റു 5 അല്ലേ കിട്ടിയേ? 3 2കളുണ്ട് 2 3കളുണ്ട് ഒരു 5 ഉണ്ട്. പിന്നെ ഒന്നുണ്ടോ? ഒന്ന് എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഓക്കെയാണ്. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പറഞ്ഞേക്കണേ? അങ്ങനെ രണ്ട് സംഖ്യയുടെ ന്യൂമറേറ്ററിന്റെ ഫാക്ടേഴ്സ് കണ്ടെത്തി, ഡിനോമിനേറ്ററിന്റെയും ഫാക്ടേഴ്സ് കണ്ടെത്തി. ഇനി എന്താ ചെയ്യാൻ പറഞ്ഞേക്കണേ? ഇതിന്റെ ലോവസ്റ്റ് ഫോം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പൊതുവായിട്ടുള്ള സംഖ്യകൾ ഉണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ് കേട്ടോ. അപ്പൊ നോക്കി നോക്കൂ, ദാ ഇവിടെ ഒരു 2 ഉണ്ട്, ഒരു 2 ഉണ്ട്. ക്യാൻസൽ ചെയ്തു, കട്ട് ചെയ്ത് കളഞ്ഞു. കട്ടിങ് മെത്തേഡാണ്, കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെയോ ദാ വീണ്ടും ഒരു 2 എനിക്ക് കിട്ടി, അതും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഒരു 2 ഇവിടെ ഉണ്ട്, കണ്ടോ? അടിയിലും ഒരു 2 ഉണ്ട്. മുകളിലും താഴെയായിട്ട് കട്ട് ചെയ്യാൻ പാടില്ലൂട്ടാ. അല്ലെങ്കിൽ താഴെയുള്ള എല്ലാ സംഖ്യകളും അങ്ങോട്ട് കട്ട് ചെയ്യും, മുകളിൽ കണ്ടു ഒന്നുമില്ല സംഖ്യ പറഞ്ഞിരിക്കുകയല്ല ചെയ്യാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ മുകളിൽ 3 2കളുണ്ട്, ഡിനോമിനേറ്ററിലും 3 2കളുണ്ട്. ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി ഒരു 3 ആണ് ഇവിടെ ഉള്ളത്, അടിയിലുണ്ട് 3. അപ്പൊ എന്ത് ചെയ്തു? ഒരു 3 ക്യാൻസൽ ചെയ്തു. ഇനി ന്യൂമറേറ്ററിൽ എന്തേ ബാക്കിയുള്ളൂ? ഒന്നുമില്ല എന്ന് പറയുന്നത്. കാരണം എന്താ? 1 എന്നുള്ള സംഖ്യ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ന്യൂമറേറ്ററിൽ 1, ഡിനോമിനേറ്ററിൽ ഇനി എന്തേ ബാക്കിയുള്ളത്? 3 ഇൻറ്റു 5. ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ എന്തേട്ടു? 3 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/15. ഇങ്ങനെ നമ്മൾ ലോവസ്റ്റ് ഫോം കണ്ടെത്തണം. അപ്പൊ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ലോവസ്റ്റ് ഫോം കണ്ടെത്തുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ട്. കാരണം തന്നിരിക്കുന്ന ആംഗിളിന്റെ മെഷർ എന്താണോ അത് ന്യൂമറേറ്ററിൽ എഴുതി, മൊത്തം ആംഗിള് സർക്കിളിന്റെ ആകെ ആംഗിൾ മെഷർ എത്രയാ? 360. അത് ഡിനോമിനേറ്ററിൽ എഴുതി. പിന്നെ അതിന്റെ ലോവസ്റ്റ് ഫോം കണ്ടെത്തലാണ് നമുക്ക് ഈ ഫാക്ടറൈസ് ചെയ്ത് കുറച്ച് പണിയുള്ളതുള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എത്ര കിട്ടി? 1/15. ഇനി ഏതാ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കൂ. എത്ര ആംഗിൾ തന്നിരിക്കണേ? സർക്കിൾ വരച്ച് ഇങ്ങനെ തന്നെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. സർക്കിൾ വരയ്ക്കണം. എത്രയാണ്? 54 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ ആംഗിളിന്റെ ഷോർട്ട് ഫോം ഇത് എന്താ വരിക? തന്നിരിക്കുന്ന ആംഗിളിന്റെ മെഷർ എത്രയാണോ അത് ന്യൂമറേറ്റർ, മൊത്തമുള്ളത് എത്രയാണോ അത് ഡിനോമിനേറ്റർ. അപ്പൊ എത്ര വരും? 360. ഇനി ഇതിന്റെ ലോവസ്റ്റ് ഫോം കാണുക എന്നുള്ളതല്ലേ നമ്മളുടെ പ്രധാന പണി. അപ്പൊ ഇതിന്റെ ലോവസ്റ്റ് ഫോം കാണാനായിട്ട് ഞാൻ ഫാക്ടറൈസ് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഇവിടെ ഫാക്ടറൈസ് ചെയ്യണം. 54 360 എന്നുള്ളത് നമുക്ക് ഇനി ഫാക്ടറൈസ് ചെയ്യേണ്ട, എപ്പോഴും ചെയ്യേണ്ടത് തന്നെയാണല്ലേ, എല്ലാ കണക്കിലും ആവശ്യമുള്ളത്. അപ്പൊ എന്താ വേണ്ടേ? 54നെ ഞാൻ ഫാക്ടറൈസ് ചെയ്തു. 2 54നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് കിട്ടി 27 ആണ് കിട്ടിയത്. 54നെ ഡിവൈഡ് ചെയ്ത് നോക്കി നോക്കുക നിങ്ങൾ. അപ്പൊ എന്ത് കിട്ടി? 5ല് 2 2s are 4, 1 ബാലൻസ് വന്നു. 14ല് 2 7 ടൈംസ് ആണ് പോവാ. ഇനി 27 സംഖ്യ, അതില് 2 പോവില്ല, കാരണം 1 സ്പേസിലെ ഓഡ് നമ്പർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഒറ്റ സംഖ്യ ആയതുകൊണ്ട് എന്ത് ചെയ്തു? 3ന്റെ ഗുണന പട്ടികയിൽ ഉണ്ടല്ലോ 27. എത്ര പ്രാവശ്യം പോകുമ്പോഴാണാവോ? എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുക? 9 3s are 27. 9ല് 3 പോവും, വളരെ ഈസി. 3 3s are 9. ഈ സംഖ്യയിൽ 3 എന്നേ പോവുള്ളൂ. 1 ടൈം. ഇത്രയും വരെ വേണം, അല്ലെങ്കിൽ 27 ചെയ്തു എന്റെ കിടങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് കൈയിട്ടിരിക്കുകയല്ല ചെയ്യാം. 1 കിട്ടണ വരെ നമ്മൾ എന്ത് ചെയ്യണം? ഘടകങ്ങളൊക്കെ വേണം. അപ്പൊ അതേ ഞാൻ എഴുതാൻ പോവാണ് കേട്ടോ. 54ന്റെ ഘടകങ്ങൾ എന്തൊക്കെയാ? 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു പിന്നെന്താ? ഒരു 3യും കൂടി, 3 3കൾ വന്നതില്ലേ. ഇനി 360യുടെ വീണ്ടും പറഞ്ഞതിന്റെ കാര്യമില്ല, നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതങ്ങനെ എഴുതിയാൽ മതി. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5. 3 2കളും 2 3കളും ഒരു 5 ആണ് വരുന്നത്. ഇനി കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. ഒരു 2 പോയി, പിന്നെ 2കളൊന്നുമില്ല കളയാൻ. ഒരു 3, വീണ്ടും ഒരു 3, പിന്നെ 3കൾ അതിലില്ല, അപ്പൊ പിന്നെ കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. ന്യൂമറേറ്ററിലെ ബാക്കിയുള്ളത് എന്താണ്? 3/. ഡിനോമിനേറ്ററിലെ 2 2കളും ഒരു 5ഉം ബാക്കിയുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? 2 ഇൻറ്റു 2 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു വീണ്ടും എന്ത് വന്നു? 3/. 2 2s are 4, 4 5s are 20. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3/20. അതായത്
ആകെ 20 ഭാഗങ്ങളാണ് ഉണ്ടാവുക. അതിലെ 3 ഭാഗങ്ങൾ ചേർന്നതാണ് ഈ 54 ഡിഗ്രി എന്ന് പറയുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഈ സർക്കിളിനെ ഞാൻ മൊത്തം 20 ഭാഗമാക്കിയാൽ അതിന്റെ 3 ഭാഗം ഒരുമിച്ച് ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് എന്ത് ഈ 54 ഡിഗ്രി എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണോ? ഡി ക്വസ്റ്റ്യൻ എന്താണ്? 80 ഡിഗ്രിയാണ് സർക്കിളില് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയാണ്? 80 ഡിഗ്രി. നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കണം കേട്ടോ. ഇങ്ങോട്ട് മുക്കിൽ ഷെയ്ഡ് ചെയ്തൊക്കെ വൃത്തിയായിട്ട് വരയ്ക്കണം. 80 ഡിഗ്രി ആണ് എങ്കിൽ അതിന്റെ ഫ്രാക്ഷൻ ഫോം അല്ലെങ്കിൽ എത്രയാണ് വരിക? തന്നിരിക്കുന്ന മെഷർ ന്യൂമറേറ്റർ മൊത്തമുള്ളത് എത്ര തന്നെയാണ്? 360. ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇങ്ങനെ നമുക്ക് കാണുമ്പോ എന്താന്ന് വെച്ചാൽ ഈ സീറോസ് കോമൺ ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ കട്ട് ചെയ്ത് കളയാൻ വേണമെങ്കിൽ കേട്ടാ. സീറോസ് ഇപ്പൊ ഇവിടെ കട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ന്യൂമറേറ്ററിൽ ഒരു സീറോ, ഡിനോമിനേറ്ററിലും വൺസ് പ്ലേസിൽ ഇടയിൽ സീറോ വന്ന കാര്യമില്ല. വൺസ് പ്ലേസുകളിലൊക്കെ സീറോസ് വന്നാൽ അത് കട്ട് ചെയ്തിട്ട്, അതായത് ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് 8/36 എന്ന് വേണമെങ്കിൽ എഴുതാം. അല്ല 80/30 360 എന്ന് എഴുതിയിട്ട് ഫാക്ടറൈസ് ചെയ്താലും വിരോധമില്ല. ഈ രീതിയിൽ നമുക്ക് സീറോസ് വന്നാൽ അറ്റ് എ ടൈം തന്നെ നമുക്ക് കട്ടിങ് മെത്തേഡിൽ അത് കട്ട് ചെയ്തതിന് ശേഷം ചെറുതാക്കാൻ പറ്റും. അപ്പൊ 8ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാ വരിക? 8നെ ഫാക്ടറൈസ് ചെയ്ത് എത്ര വരും? 2 4 ടൈംസ്, 2 2 ടൈംസ്, 2 1 ടൈം. അപ്പൊ എത്ര 2കൾ വന്നു? 2 into 2 into 2. ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഇവിടെ എഴുതാല്ലേ 2 into 2 into 2 by ഡിനോമിനേറ്ററിൽ എന്താ വരണേ നോക്കൂ. ഡിനോമിനേറ്ററിൽ നമ്മൾ 360യുടെ വില എല്ലായ്പ്പോഴും എഴുതുന്നത് തന്നെ എന്താ? 2 into 2 into 2 into 3 into 3 into 5. That is equal to ഒരു 2 കട്ട് ചെയ്ത് കളഞ്ഞു, സെക്കൻഡിലുള്ളതും കളഞ്ഞു, ഇതും കളഞ്ഞു. അപ്പൊ എത്രയാ മുകളിൽ വന്നേ? 1/3 into 3 into 5. That is equal to 1/45. ഇന്നല്ലേ കിട്ടിയത്? 3 3s are 9, 9 5s are 45. ഇത് മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒരു നമ്പറിനെ ഫാക്ടറൈസ് ചെയ്യാൻ, ഘടകങ്ങളാക്കാനാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അടുത്ത 2 ക്വസ്റ്റ്യൻ 108ഉം 115ഉം അത് നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ട് വരണം. ഓക്കെ, ആ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യണം. ഈ ഘടകങ്ങളാക്കിൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ബാക്കിയൊക്കെ വളരെ ഈസിയാണ് അല്ലേ? അപ്പൊ അത് ചെയ്തിട്ട് വരാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം നമുക്ക്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഡ്രോ സർക്കിൾസ്. ടെക്സ്റ്റ് ബുക്ക് നോക്കുക കേട്ടോ. ഡ്രോ സർക്കിൾസ് ആൻഡ് മാർക്ക് ദ ഫ്രാക്ഷണൽ പാർട്സ് ഗിവൺ ബിലോ. കളർ ദം ഓൾസോ. തൊട്ട് മുകളിൽ ചെയ്തതിന്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. തൊട്ട് മുകളിലുള്ളില് നമുക്ക് ആംഗിൾസ് വരച്ച് തന്നിട്ടുണ്ട്, അതിന്റെ ഫ്രാക്ഷൻ ലോവസ്റ്റ് ഫോം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചോദ്യം എന്താ തന്നിരിക്കുന്നത്? ഡയറക്റ്റ് ആയിട്ട് ലോവസ്റ്റ് രീതി ഫോമിലുള്ള ലഘുരൂപത്തിലുള്ള ഫ്രാക്ഷൻ തന്നിരിക്കുന്നു. അതിനെ എത്രയാണ് ആംഗിൾ മെഷർ വരിക? സർക്കിളിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എത്രയാണ് വരിക അത് വരച്ച് കാണിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ? ഇത് മാറ്റിയാലോ? ഓക്കെ, യെസ്. അപ്പോ നമ്മളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എഴുതണം കേട്ടോ. ആ സെന്റൻസ് അതിൽ എ ക്വസ്റ്റ്യൻ 3/8 ഇതാണ് ക്വസ്റ്റ്യൻ. ഈ 3/8 എന്ന് പറയുന്നത് സർക്കിളിന്റെ ആകെയുള്ള 8 ഭാഗത്തില് 3 ഭാഗമാണ്. അത് എത്ര ഡിഗ്രിയാണ്, മെഷർ എത്രയാണ് എന്നുള്ളത് കാണാനാ പറഞ്ഞിരിക്കുന്നത്. ആ മെഷർ ചെയ്തിട്ട് എത്രയാണ് ആംഗിൾ എങ്കിൽ അത് കളർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? 3/8 എന്ന് പറയുന്നത് ആകെയുള്ളതിന്റെ എത്ര ഭാഗം എന്നുള്ളത് എങ്ങനെയാ കാണാൻ പറ്റുക? മൊത്തം സർക്കിളിന്റെ ആംഗിൾ മെഷർ എന്ന് പറയുന്നത് എത്രയാ? 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രിയുടെ 3/8 ഭാഗം എത്ര എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. 360 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ തൊട്ട് മുമ്പിൽ ചെയ്ത പോലെ തന്നെ സർക്കിളിന്റെ അല്ലെങ്കിൽ ഒരു ബിന്ദുവിന്റെ ചുറ്റുമുള്ള ആകെ ആംഗിളിന്റെ മെഷർ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ മൊത്തമുള്ള 360 ഡിഗ്രി എന്നുള്ള സർക്കിളിന്റെ ആംഗിൾ മെഷറിന്റെ
3/8 ഭാഗം എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? അതായത് 360ന്റെ 3/8 ഭാഗം എത്ര എന്നാണ് കാണേണ്ടത്. അപ്പൊ ഒന്നുമില്ല, എന്താ ചെയ്യേണ്ടതുള്ളൂ? 3/8 തന്നിരിക്കുന്ന ഫ്രാക്ഷൻ ഫോമിനെ ആകെയുള്ള ആംഗിൾ മെഷർ എത്രയാണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടു. അപ്പൊ 3/8 ആണ് ഫ്രാക്ഷൻ ഫോം ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ഈ 360 എനിക്ക് എവിടുന്നാണ് കിട്ടിയത്? ആ ഒരു സർക്കിളിന്റെ ആകെ ആംഗിൾസ് മെഷർ 360 ഡിഗ്രി ആണ്. അങ്ങനെയാണ് 360 എന്ന് പറയുന്നത്. ഇതിലെല്ലാ കണക്കിലും ഇത് കോൺസ്റ്റന്റ് തന്നെയാണ്, 360 വ്യത്യാസമില്ലേ. പക്ഷെ തന്നിരിക്കുന്ന ചോദ്യത്തിനനുസരിച്ച് ഈ ഫ്രാക്ഷൻ ഫോമിലാണ് വ്യത്യാസം വരുന്നത്. ഇതെങ്ങനെയാ ചെയ്യാ? മുകളിലത്തെ സംഖ്യകൾ തമ്മിൽ ഇൻഡു ചെയ്യും. 360 into 3 എത്രയാ നോക്കി? 360 into 3 എത്രയാ? 1080/8. 1080/8 അതായത് മുകളിലുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്തു. അടിയിൽ വേറെ സംഖ്യത്തിന്റെ അടിയിലൊന്നും ഇല്ല, അതുകൊണ്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്യാനില്ല. അത് അതേപോലെ തന്നെ എഴുതി. 1080/8 എത്രയാന്നുള്ളത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. 1080 divides 8. 180 is 8. 3 8s are 24. 0 2 അപ്പോൾ 5 8s are 40. എത്രയാ എനിക്ക് ആൻസർ കിട്ടിയത്? 135 ഡിഗ്രി ആണ് കിട്ടിയത്. ഇതുകൊണ്ട് പ്രോബ്ലം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. വരച്ചു കാണിക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ എങ്ങനെയാ ചെയ്യാ? നമ്മള് സർക്കിള് വരച്ചു, സെന്റർ ഞാൻ മാർക്ക് ചെയ്തു. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മൾ സർക്കിൾ ഡിവിഷൻ ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? റേഡിയസ് അല്ലെ, ആ റേഡിയസ് വരച്ചു, ആരം വരച്ചു. എന്നിട്ട് 135 ഡിഗ്രി അളന്ന് കാണിക്കണം. അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊട്രാക്ടർ കോൺമാപിനി ഉപയോഗിച്ചിട്ട് കോൺമാപിനിയുടെ മധ്യം ഈ സെന്ററിലേക്ക് ചേർത്ത് പിടിച്ചു. കോൺമാപിനിയുടെ ഒരു സൈഡ് ഞാൻ വരച്ച റേഡിയസിനോട് ചേർത്ത് പിടിച്ചു. അപ്പൊ റേഡിയസ് ഏത് ഭാഗത്തേക്കാണ് നീണ്ടു കിടക്കണ? ഈ ഭാഗത്തേക്കാണ്. അപ്പൊ ഇവിടുന്ന് 0 തുടങ്ങുന്ന അടിയിലത്തെ സ്കെയിൽ എടുത്തു. എത്ര എടുക്കേണ്ടത്? 135 എന്ന് പറഞ്ഞത് ഇവിടെയാണ് വരുന്നത്. ഇത് തമ്മിൽ യോജിപ്പിച്ചു. ഇവിടെയാണ് 135 എന്നുള്ള ആ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. അത് ഞാൻ പുറത്തേക്ക് യോജിപ്പിക്കേണ്ട, നമുക്ക് സർക്കിളിന്റെ ഉള്ളിൽ തന്നെയല്ലേ വേണ്ടു. ഇത് 135 എന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾ നല്ല ഭംഗിയിൽ ഷെയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ കളർ ചെയ്ത് കാണിക്കണം നോട്ട് ബുക്കിൽ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന ഫ്രാക്ഷനെ 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മുകളിലുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, താഴെയുള്ള സംഖ്യ അതേപോലെ തന്നെ ഡിനോമിനേറ്ററിൽ എഴുതി, എന്നിട്ട് ഡിവൈഡ് ചെയ്തു. 1080/8 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1080നെ 8 കൊണ്ട് ഹരിച്ചിട്ട് എത്ര കിട്ടുന്നു എന്ന് കാണുക. അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 135 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ ആണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. ബി ക്വസ്റ്റ്യൻ എന്താ? ബി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ബി ക്വസ്റ്റ്യൻ എത്രയാ വരുന്നത്? ബി എന്താ വരുന്നത്? 2/5 into 360 അല്ലെ 2/5. അപ്പൊ നമ്മൾ അടിയിൽ എഴുതി 2/5 into 360 ഡിഗ്രി. എത്രയാ വരണേ നോക്കി ഇത് മാറ്റിയാലോ അല്ലെ. 2/5 into 360 ഡിഗ്രി എത്രയാ വരുന്നത്? നമ്മൾ 2/5 into 360 ഡിഗ്രി. അപ്പം ന്യൂമറേറ്ററുകൾ മൾട്ടിപ്ലൈ ചെയ്തു. 360 into 2 720/5 എത്രയാ നോക്കി? 720 divides 5. 22 4 5s are 20. Again 4 5s are 20. 144 ഡിഗ്രി അല്ലേ കിട്ടിയത്? 144 ഡിഗ്രി ആണ് കിട്ടിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സർക്കിൾ വരയ്ക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ സർക്കിൾ വരച്ചു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ വരയ്ക്കാം കേട്ടോ. ഇന്നത് എന്നുള്ളത് ഇതിൽ പ്രത്യേകം പറയുന്നില്ല. അപ്പൊ ഇഷ്ടമുള്ള റേഡിയസിൽ വരച്ച് സെന്റർ മാർക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടേക്ക് വരച്ചു. ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ എനിക്ക് റേഡിയസ് വരയ്ക്കാം. ജസ്റ്റ് നേരെ ഇനി പാടുള്ളൂ എന്നൊന്നുമില്ല. ഓക്കെ, ഇനി 144 ആണ് എനിക്ക് അളന്ന് വരയ്ക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സെന്ററിനോട് ചേർത്ത് പ്രൊട്രാക്ടർ വെച്ച് വരയോട് ചേർത്ത് പ്രൊട്രാക്ടറിന്റെ ഒരു വശം വെച്ചു.
അപ്പൊ എന്റെ വര ഇവിടല്ലേ നീണ്ടു കിടക്കണേ, ഇവിടെ നിന്ന് 0 തുടങ്ങുന്ന സ്കെയിലല്ലേ എടുക്കണ്ടേ. അപ്പൊ ഏത് സ്കെയിൽ എടുക്കുക? ഞാൻ മുകളിലുള്ള സ്കെയിൽ എടുത്തു. അതിൽ എത്ര വേണം? 144. 140 കഴിഞ്ഞിട്ട് എന്ത് വരണം? 4ാമത്തെ ചെറിയ വര. അതുവരെയാണ് ഞാൻ എടുക്കേണ്ടത്. 140 കഴിഞ്ഞ് 4ാമത്തെ ചെറിയ വര. സ്കെയിലും നിങ്ങളുടെ പ്രൊട്രാക്ടറിലൊക്കെ ചെറിയ ചെറിയ വരകൾ കാണാല്ലേ. അപ്പൊ 4ാമത്തെ ചെറിയ വര വരച്ചു. സോറി, അതുവരെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണു? അതാ ഞാന് സെന്ററിനോട് യോജിപ്പിക്കുകയാണ്. സെന്ററിനോട് യോജിപ്പിച്ചു. അപ്പൊ എത്ര കിട്ടി എനിക്ക്? ഇതാണ് 144 ഡിഗ്രി. എന്നിട്ട് ഇത് ഷെയ്ഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ, മനസ്സിലായില്ലോ? ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ് സി ക്വസ്റ്റ്യൻ വരുന്നത്? 4/9. 4/9. സി ക്വസ്റ്റ്യൻ 4/9 ആണ് വരുന്നത്. അപ്പൊ അത് നോക്കാം നമുക്ക്. 4/9 into 360 ഇല്ലേ വരുന്നത്? വ്യത്യാസമൊന്നുമില്ല. 4/9 into 360. 360 into 4 എത്രയാ നോക്കി? 360 into 4 1440 by 9. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കി നോക്കൂ. 1440 ഡിവൈഡ്സ് 9. 54. 6 9s are 54. Subtract ചെയ്തു 0. അപ്പൊ എത്ര കിട്ടി? 160 ഡിഗ്രി. ഇതേപോലെ തന്നെ ഞാൻ സർക്കിൾ വരച്ചു. സെന്റർ മാർക്ക് ചെയ്തു. ഒരു ഭാഗത്തേക്ക് വരച്ചു ഞാന്. എന്നിട്ട് 160 ഞാൻ മെഷർ ചെയ്യാൻ പോകുന്നു. ഇവിടെ ചേർത്ത് പിടിച്ചു. ഇനി വെക്കേണ്ടതൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു. ഈ വശത്തേക്ക് നീട്ടി വരച്ചത് 160. എവിടെയാ വരുന്നത്? ഇവിടെയാണ് വരുന്നത്. അത് യോജിപ്പിക്കാൻ പോവാം. 160 എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? ഇത്രയും വരും നമ്മുടെ 160 എന്ന് പറയുന്ന ആംഗിൾ. ഈ രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എത്രയാണ് ആംഗിൾ മെഷർ എന്നുള്ളത് കണ്ടെത്തണം. അതിനുശേഷമാണ് നമ്മൾ സർക്കിൾ ഇഷ്ടമുള്ള ആഴത്തിൽ വരച്ച് അതിന്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് റേഡിയസ് വരച്ച് നമ്മളത് കണക്കാക്കേണ്ടത് കേട്ടോ. അടുത്തത് 5/12 and 5/24. അത് രണ്ടും കൂടി ഹോംവർക്ക്. അപ്പൊ ഇന്നത്തേക്ക് 4 പ്രോബ്ലംസ് ആണ്. തൊട്ട് മുമ്പത്തെ സെക്കൻഡ് ക്വസ്റ്റ്യനിലും 2 പ്രോബ്ലം തന്നിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ 2 പ്രോബ്ലം. അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഹോംവർക്ക് ആയിട്ട് തന്നിരിക്കുന്നത്. അത് ചെയ്ത് നോക്കുക കേട്ടോ. ഇതേപോലെ ഡിവൈഡ് ചെയ്ത് കണ്ടെത്തുക. തൊട്ട് മുമ്പത്തെ ആണെങ്കിൽ ഫാക്ടറൈസ് ചെയ്തിട്ട് ലോവസ്റ്റ് ഫോം കണ്ടെത്തുക വേണ്ടേ. ഇനി അതിന്റെ സൈഡില് ഒരു സൈഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ക്ലോക്കിലെ കോണുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് പഠിച്ചിരിക്കേണ്ടതാണ്. ആംഗിൾസ് ഇൻ എ ക്ലോക്ക് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആംഗിൾസ് ഇൻ എ ക്ലോക്ക് എന്നുള്ളതിൽ അവിടെ ആ സെന്റൻസ് എഴുതിയിരിക്കണമെന്ന് നോക്കൂ. ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് മേക്ക് ഡിഫറെന്റ് ആംഗിൾസ് അറ്റ് ഡിഫറെന്റ് ടൈംസ്. ഹാൻഡ്സ് ഉണ്ട് അല്ലേ? ആംഗിൾസിന് മിനിറ്റും അവർ ഹാൻഡും ഉണ്ട്. അപ്പൊ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിൽ ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഇത് മാറ്റാം അല്ലെ? മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മില് ക്ലോക്കില് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഒരു മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് നിൽക്കുന്നത് എങ്കിൽ ഇവ തമ്മിൽ ഇത് 3 ഇത് 12. ഇങ്ങനെയാണെങ്കിൽ ഈ 2 ഹാൻഡുകളുടെ ഇടയിൽ ആംഗിൾസ് മേക്ക് ചെയ്യേണ്ടാവുന്നുണ്ട് അല്ലെ? വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം അറ്റ് 3 o'clock 9 o'clock അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഒരു ക്ലോക്കിലെ ആംഗിൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? അതെങ്ങനെയാണെന്നുള്ളത് നോക്കൂ. നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്ലോക്ക് തന്നിരിക്കുകയാണ്. ആ ക്ലോക്കില് നമ്പറുകൾക്കിടയിൽ ഓരോ സംഖ്യയുടെയും ഇടയിൽ എത്രയാണ് ആംഗിൾ വരുന്നത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. 12 1 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെ ഒരു ക്ലോക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഓരോ സംഖ്യകൾക്കും ഇടയിൽ ആകെ ഈ ക്ലോക്കിനെ എത്ര ഭാഗങ്ങളാക്കിയിട്ടാ മാറ്റിയിരിക്കണേ? 12 പാർട്സ് ആയിട്ടാ മാറ്റിയിരിക്കണേ. നമ്മൾ പറഞ്ഞു ഒരു സർക്കിളിന്റെ ആകെ ആംഗിളിന്റെ മെഷർ എത്രയാണ്? 360 ആണ്. ആ 360നെയാണ് എത്ര ഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്?
12 ഭാഗങ്ങളാക്കി മാറ്റിയിരിക്കണം. അപ്പൊ ഓരോ സംഖ്യകൾക്ക് ഇടയിലുമുള്ള ആംഗിളിന്റെ മെഷർ അറിയാൻ ആകെ ഉള്ളതിനെ എത്ര ഭാഗങ്ങളാക്കി മാറ്റിയിരിക്കണം? 12 ഭാഗങ്ങളാക്കി മാറ്റിയിരിക്കണം. ആ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എത്രയാ വരിക? 30. അപ്പൊ അതായത് ഓരോ നമ്പറുകൾക്കും, അതായത് 12 to 1 മൂവ് ചെയ്യുകയാണെങ്കിൽ എത്ര ഡിഗ്രി തിരിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? 30 ഡിഗ്രി തിരിഞ്ഞു. അതായത് ഓരോ നമ്പറുകൾക്ക് ഇടയിലുമുള്ള ആംഗിളിന്റെ മെഷർ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. 12 ന്ന് 1 പോയാൽ 30, 1 ന്ന് 2 പോയാൽ വീണ്ടും ഒരു 30 ഡിഗ്രിയാണ്. ഓരോ നമ്പറുകൾക്ക് ഇടയിലുമുള്ള ആംഗിളിന്റെ മെഷർ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതനുസരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പതാ ഇങ്ങനെയാണ് മിനിറ്റ് ഹാൻഡ് അവർ ഹാൻഡ് ആയിട്ട് നിൽക്കണേന്ന് വിചാരിക്കുക. 3 o'clock. ഇവയ്ക്കിടയിലുള്ള ആംഗിളിന്റെ മെഷർ എത്ര? ഈ ആംഗിളിന്റെ മെഷർ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എങ്ങനെയാ എന്നാ ഇവിടുന്ന് ഇവയ്ക്കിടയിൽ എത്ര നമ്പറുകൾ ഉണ്ട് അത്രയും 30കൾ കൂട്ടുക വേണ്ടു. എത്ര നമ്പറുകൾ? 12 ന്ന് 1ലേക്ക് പോയാൽ ഒരു 30 പ്ലസ് 1 ന്ന് 2ലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു 30, 2 നിന്ന് 3ലേക്ക് വന്നാൽ വീണ്ടും ഒരു 30 അല്ലേ? ഓരോ നമ്പറുകൾക്ക് ഇടയിലുമുള്ള ആംഗിളിന്റെ മെഷർ 30ആണ്. അതെനിക്ക് എങ്ങനെ കിട്ടിയത്? വെറുതെ ബൈഹാർട്ട് ചെയ്തിട്ട് കിട്ടിയതല്ല. എങ്ങനെയാ? മൊത്തമുള്ള ആംഗിളിന്റെ മെഷർ സർക്കിളിന്റെ 360 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചു. അതിനെ ക്ലോക്ക് ആയതുകൊണ്ട് എത്ര ഭാഗങ്ങളാക്കിയിട്ടാണ് ഞാൻ ഭാഗിച്ചേക്കണേ? തുല്യ അകലത്തിൽ 12 ഭാഗങ്ങളാക്കിയിട്ടാണ് വീതിച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും ഇടയിലുള്ളത് എത്രയാണെന്ന് കാണാനായിട്ട് 360 നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എനിക്ക് എത്ര കിട്ടിയേ? 30 ഡിഗ്രിയാണ് 30 ഡിഗ്രിയാണ് കിട്ടിയത്. അങ്ങനെയാണ് എനിക്കിത് മനസ്സിലായത്. ഓക്കെ. അപ്പൊ 3 മണി, ക്ലോക്കിലെ സമയം 3 മണിയാണെങ്കിൽ അവക്കിടയിൽ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡിന്റെയും ഇടയിലുള്ള ആംഗിൾ എത്ര, കോണളവ് എത്ര എന്ന് പറഞ്ഞാൽ അവക്കിടയിൽ എത്ര 30കൾ ഉണ്ട് എന്ന് എണ്ണി നോക്കി, എത്ര നമ്പറുകൾ ഉണ്ട് എന്ന് എണ്ണി നോക്കി. അത്രയും 30കൾ ഞാൻ കൂട്ടി. എനിക്ക് എത്ര കിട്ടി? 90 ഡിഗ്രി എന്നാണ് എനിക്ക് കിട്ടിയത്. ഇതേപോലെ 4 മണി, 5 മണി, 6 മണിയൊക്കെ ആയാലും നമുക്ക് എന്ത് കിട്ടും? അവക്കിടയിലുള്ള നമ്പറുകൾ അല്ലെങ്കിൽ 30കൾ എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കിയിട്ട് അത്രയും 30കൾ ആഡ് ചെയ്തിട്ട് ആണ് നമുക്ക് ആംഗിൾസിന്റെ മെഷർ കിട്ടുക. ഓക്കെ. അപ്പൊ അടുത്ത ദിവസം ഒന്നും കൂടെ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.